ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് കിട്ടുന്ന ഒരു ന്യൂസാണ്. തത്തമ്പള്ളി എന്ന് പറയുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ വ്യാജ ബില്ല് ചമച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ജീവനക്കാരി അറസ്റ്റിലായിരിക്കുകയാണ്. അതായത് ഹോസ്പിറ്റലുകളിലെ അനാസ്ഥ, നമ്മുടെ ഹോസ്പിറ്റലിലെ അനാസ്ഥകൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരു കേസാണ് പറയുന്നത്. അവിടുത്തെ സഹൃദയ ആശുപത്രിയിലെ അക്കൗണ്ടന്റായ തത്തമ്പള്ളി കുളക്കാട് വീട്ടിൽ ദീപമോൾ കേസിയാണ് അറസ്റ്റിലായിട്ടുള്ളത്. 80 ലക്ഷത്തോളം രൂപയാണ് ദീപമോൾ ആശുപത്രിയിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. ഒരു നിസ്സാര കാര്യമല്ലത്. അതെ, ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികളിൽ നിന്നും ബിൽ പ്രകാരമുള്ള തുക കൈപ്പറ്റിയ ശേഷം ഈ രോഗികൾക്ക് ചികിത്സയിൽ ഇളവ് നൽകിയതായി കാണിച്ചുള്ള കൃത്രിമ രേഖയുണ്ടാക്കി ആശുപത്രി അധികൃതരെ കാണിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത്. കണക്ക് പരിശോധിച്ചപ്പോൾ സംശയം തോന്നി നടത്തിയ അന്വേഷണത്തിലാണ് യുവതി കുടുങ്ങിയത്. അതായത് നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് എത്രത്തോളം പിരിക്കാൻ പറ്റുമോ അത്രത്തോളം രോഗികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട് അല്ലേ? എന്നിട്ടുമാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നീചമായ പ്രവൃത്തി അല്ലേ? ഇവരാരും ശ്രദ്ധിക്കുന്നില്ലേ അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുന്നത്? ആദ്യം പൈസ, അതിനുശേഷം ചികിത്സ എന്ന് പറയുന്ന രീതിയായിരുന്നു. അത് മാത്രമല്ല, സാധാരണക്കാർ ചെല്ലുന്ന ആശുപത്രിയിലെ സാധാരണക്കാരെ ഇത്തരത്തിൽ പിഴിഞ്ഞുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും പിന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നത് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ രോഗികളിൽ നിന്നും ഇത്തരത്തിൽ കൃത്രിമപരമായിട്ടുള്ള രീതിയിൽ ബില്ലുണ്ടാക്കുക, അവസാനം അത് കൊണ്ടുപോയി മാറ്റുക. 80 ലക്ഷത്തോളം എന്ന് പറയുമ്പോൾ ഒരു 1000 10,000 ആയാലും നമ്മളത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു പാട് നമുക്കേ അറിയൂ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ പൈസ എന്നൊക്കെ പറയുന്നത് പലയിടത്തുനിന്നും കടം വാങ്ങിയിട്ടായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പൈസ മറ്റൊരാളിതുപോലെ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സീരിയസ്ലി അത് അങ്ങനെ കാണേണ്ട പൈസയല്ല. അതായത് ആ ഹോസ്പിറ്റലിൽ യാതൊരുവിധ കണക്കോ രേഖകളോ അല്ലെങ്കിൽ അവിടെ ഒരു സുരക്ഷ, ഒരു ഉദ്യോഗസ്ഥരോ ആരും ഇല്ലേ അല്ലേ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം? എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരു ഹോസ്പിറ്റലിലുള്ള കാര്യം മാത്രമല്ല, ഇത്തരത്തിൽ പലതരത്തിലുള്ള പല ഹോസ്പിറ്റലിലും ഇത്തരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടക്കുന്നുണ്ട്. അത് പലരും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ സർക്കാർ ഹോസ്പിറ്റലായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓൾറെഡി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, അവിടെ എല്ലാത്തിനും അധികമായിട്ടുള്ള പണം വാങ്ങിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് സർക്കാർ ആശുപത്രി അല്ലാതെ കുറച്ചും കൂടി ഫെസിലിറ്റീസ് കിട്ടുന്ന എന്ന രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോകുന്ന സമയത്ത് പൈസയാണ് ആദ്യം കൊടുക്കേണ്ടത്. ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതെ, പൈസയാണ് ആദ്യം കൊടുക്കേണ്ടത്, എന്നിട്ട് മാത്രമേ ഉള്ളൂ രോഗിയെ പരിശോധിക്കുക പോലും ചെയ്യുന്ന ഒരു അവസ്ഥയുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ഒരു ആവശ്യം, ഒരു ചെറിയ പനിയോ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെങ്കിൽ അതിനില്ലാത്തൊരു ടെസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് അല്ലെ? പലതരത്തിലുള്ള ടെസ്റ്റുകളും കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ചെറിയ കാര്യമായിരുന്നുള്ളത് നമുക്ക് ബോധ്യമാവുന്നത്. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10-15 ഒരു ദിവസത്തിന് തന്നെ ചെലവായിട്ടുണ്ടാവാം അല്ലെ? ഒരു എമർജൻസി ആയിട്ട് ICUലോ നമ്മൾ പ്രതീക്ഷിക്കാതെ, അപ്പൊ ഈ ഒരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്കൊരു മെന്റലി ഒരു പ്രശ്നവും കൂടെ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും ആരോഗ്യരംഗം വളരെയധികം ചൂഷണം ചെയ്ത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെയുള്ള ആരോഗ്യ മന്ത്രി ആയാലും സർക്കാരായാലും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല, അവർ അതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. എനിക്ക് കൃത്യമായ ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. അതെ, അതുപോലെ തന്നെ ഈ സർക്കാർ ആശുപത്രിയുടെ കാര്യമായാലും നമ്മൾ ഓൾറെഡി അതിന്റെ കാര്യം പറഞ്ഞു, അവിടുത്തെ പുക വരുന്നതായാലും മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥയുടെ കാര്യമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അവിടെയും പോകാൻ പറ്റില്ല, ഇവിടെയും പോകില്ല. പിന്നെ നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു ഹെൽത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? ആരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശുപത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു രോഗം ഭേദമായി രോഗി അല്ലാതായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പല കാര്യങ്ങളും നോക്കുമ്പോൾ, ഇപ്പോൾ പറഞ്ഞ വെള്ളം കയറിയതാണെങ്കിലും അല്ലെങ്കിൽ അന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം, ഇതൊക്കെ എല്ലാ മെഡിക്കൽ കോളേജിലും കാര്യങ്ങളും ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെയാണ് രോഗം മാറുന്നത്? രോഗികൾ മരിച്ചു പോവാണ് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം, അല്ലാതെ രോഗമുള്ളത് കൊണ്ടല്ല രോഗികൾ അവിടെ നിന്ന് മരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അധികൃതരുടെ ഒരു ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവ് കാരണമാണ് പല രോഗികൾക്കും അബദ്ധം പറ്റി, അതായത് ഡോക്ടേഴ്സിന് അബദ്ധം പറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അബദ്ധം പറ്റി രോഗികൾ മരിക്കാൻ ഇടയാവുന്നത്. പല റിപ്പോർട്ടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഗർഭിണിയായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. കുഞ്ഞും അമ്മയും മരിച്ചൊരു റിപ്പോർട്ട്. അങ്ങനെ ഒരുപാട് സർക്കാർ കൃത്യമായൊരു നിലപാടെടുത്തില്ലെങ്കിൽ
ഈ ആശുപത്രികളുടെ കാര്യത്തിൽ നിലപാടെടുത്തില്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനാണ് എടുക്കാൻ പറ്റുക അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ അധികാരികളെല്ലാം സേഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരെല്ലാവരും എന്തെങ്കിലും അസുഖം വന്നാൽ പുറത്തു പോകും, പുറം രാജ്യങ്ങളിൽ പോയിട്ട് അവര് സേഫ് ആവും. ഇവിടെയുള്ള സാധാരണക്കാരെ കുറിച്ചിട്ട് ആരും തന്നെ ചിന്തിക്കുന്നില്ല. സാധാരണക്കാർക്ക് എന്ത് അസുഖം വന്നാലും അവർക്ക് സർക്കാർ ആശുപത്രികൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച് ഇവിടെ ആരും ചിന്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ഈ സർക്കാർ ആശുപത്രിയിലായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൈവറ്റ് ആശുപത്രിയിലായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ എത്രത്തോളം ചൂഷണം ചെയ്യാവോ അത്രത്തോളം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സർക്കാർ ആശുപത്രി പോയാലും ആ ഒരു സമയത്ത് അവിടെ മരുന്നുണ്ടാവില്ല, നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ചിലപ്പോൾ ഇവര് തന്നെ എഴുതി തരും ഇവിടുത്തെ ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന്. അതായത് അവർക്കപ്പോ അതൊരു വളരെയധികം എന്താണ് അവർ തമ്മിലുള്ളൊരു എന്താ പറയാ രണ്ടുപേരും തമ്മിലുള്ള ഒരു തന്നെ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ചില മരുന്നുകൾ അതിന് വേണ്ടി മാത്രം നമുക്ക് തരുന്നതായിരിക്കാം, അവിടെ നിന്ന് വാങ്ങിച്ചോട്ടെ എന്നുള്ള രീതിക്ക്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് അനീതികളോ അല്ലെങ്കിൽ അതിക്രമങ്ങളോ രോഗികൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. രോഗി എന്ന് പറയുമ്പോൾ ആശുപത്രിയിലുള്ള അധികൃതർ ആദ്യം കാണേണ്ടത് അവർ രോഗിയാണ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവാം അല്ലെ. അവരും ഒരു സർക്കാർ ആശുപത്രിയിലൊക്കെയാണ് വരുന്നതെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ടടക്കം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ അവിടെ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ രോഗികളുടെ എല്ലാ രീതിയിലുള്ള അവസ്ഥകളെയും മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പൊ അങ്ങനെ കയറി വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റണം. അതായത് ഒരു സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നല്ല പറഞ്ഞു വരുന്നത്, രണ്ട് തന്നെ ആയാലും ചികിത്സിക്കുന്ന രോഗികളാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ കാണണം. ഇവിടെയുള്ള ഈ ഒരു തട്ടിപ്പായാലും അങ്ങനത്തെ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ട് സാധാരണ ജനങ്ങളാണ് വരുന്നത്. അവർക്ക് അത്രയുമുള്ള സാധാരണയായാലും അല്ലെങ്കിൽ പണക്കാരായാലും ആരായാലും അവരുടെ നിന്ന് അനാവശ്യമായിട്ട് പണം പിരിക്കാനോ അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം ഉള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക എന്നാണ് അത് പറയാനുള്ളത്. അവർ കാരണം നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ അവർ ഒന്നുമില്ലാതെയാണ് വരുന്നത്. അവർക്ക് എങ്ങനെ രോഗം ഭേദമാവുക എന്നാണ് ഏറ്റവും കൺസിഡർ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവർ കടം മേടിച്ചിട്ടായാലും ലോൺ എടുത്തിട്ടായാലും ചികിത്സിക്കാനായിട്ട് വരും. ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയമാവുകയാണ്. ഉള്ള പൈസ എല്ലാം ഇനി ഇങ്ങനെ പോകുമോ, തട്ടിപ്പായിട്ട് പോകുമോ എന്നുള്ള ഭയം. കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സേവിങ്സോ അല്ലെങ്കിൽ സേവിങ്സ് പോലും ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ഒരു രോഗമൊക്കെ ചികിത്സിച്ച് ചിലപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായിരിക്കും വരുന്നത്. പല സ്ഥലത്തും നേരത്തെ പറഞ്ഞ പോലെ കടം വാങ്ങിച്ച്. അപ്പം അങ്ങനെ വരുന്ന പൈസക്ക് നല്ല വിലയുണ്ട്. അത് മനസ്സിലാക്കാതെ ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും വേണം. കർശനമായിട്ടുള്ള നടപടികളും അവർക്കെതിരെ എടുക്കണം.